നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളം വിധിയെഴുതുന്നു. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. പല ബൂത്തുകളിലും രാവിലെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 2,77,49,159 വോട്ടർമാരാണ് ആകെയുള്ളത്. കൂടുതൽ വോട്ടർമാരും മലപ്പുറം മണ്ഡലത്തിലാണ്. ഇടുക്കിയിലാണ് ഏറ്റവും കുറവ്. സംസ്ഥാനത്താകെ 1800 പ്രശ്നസാധ്യത ബൂത്തുകളുണ്ടെന്നാണ് വിലയിരുത്തൽ. കള്ളവോട്ടിന് ശ്രമമുണ്ടായാൽ കർശന നടപടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 60,000-ലേറെ പോലീസുകാരെയും 62 കമ്പനി കേന്ദ്രസേനയും സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 7 ജില്ലകളിൽ പൂർണ്ണ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ സ്ഥാനാർത്ഥികളും നേതാക്കളും വോട്ട് ചെയ്യാനെത്തി. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മണപ്പുള്ളിക്കാവ് LP സ്കൂളിൽ വോട്ട് ചെയ്തു. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വോട്ട് ചെയ്യാൻ ആദ്യമെത്തിയത് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. രാവിലെ 6:30ഓടെയാണ് സുരേഷ് ഗോപി കുടുംബസമേതം പോളിംഗ് ബൂത്തിലെത്തിയത്. മുക്കാട്ടുകര സെന്റ് ജോർജ് CLP സ്കൂളിലെ ബൂത്ത് നമ്പർ 115-ൽ ഭാര്യ രാധിക, ഭാര്യ മാതാവ് ഇന്ദിര, മക്കളായ ഗോകുൽ, ഭാഗ്യ, മാധവ് എന്നിവരും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തോമസ് ഐസക് വോട്ട് രേഖപ്പെടുത്തി. 2004 അടുത്ത വിജയം LDF നേടുമെന്ന് അദ്ദേഹം പ്രതികരിച്ചു. പത്തനംതിട്ടയിൽ LDF വിജയിക്കും. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ കൂടി വിലയിരുത്തലാകുമെന്നും ഐസക് പറഞ്ഞു. പൊന്നാനിയിൽ UDFന് പൊന്നിൻ തിളക്കമുള്ള വിജയമുണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി പ്രതികരിച്ചു. വലിയ ആത്മവിശ്വാസത്തിലാണ്. രാവിലെ തന്നെ കാണുന്ന തിരക്ക് ജനങ്ങളുടെ രാഷ്ട്രീയ ബോധമാണെന്ന് വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു.